കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ട് നമ്മുടേതായ ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് തിരിച്ചു പോകേണ്ടി വരിക. കുട്ടികളെ ഇവിടെ സ്കൂളിൽ ചേർത്തിട്ട് ആ കുട്ടികൾ 1 വർഷവും 2 വർഷവും ഒക്കെ ഇവിടെ പഠിച്ചിട്ട് പിന്നെ അവർക്ക് അവരെയും കൊണ്ട് തിരിച്ചു പോകേണ്ടി വരിക. അവർക്കതൊക്കെ ഉണ്ടാക്കുന്ന മാനസികമായിട്ടുള്ള അവരുടെ ആ വേദന വലുതാണ്. ഇതിനൊക്കെ കാരണക്കാരാകുന്നത് ആ പേരൻസ് തന്നെയാണ് എന്നറിയുമ്പോൾ അത് വല്ലാത്ത വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ മനസ്സാവാച അറിയാത്ത കാര്യങ്ങൾക്ക് പോലും നമ്മളെ ടെർമിനേറ്റ് ചെയ്യുന്നു. ഓരോ ഹോമുകളിലും ഇപ്പോൾ എന്തോ ആളുകളെ ടെർമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ഓരോ എംപ്ലോയർക്കും വ്യക്തമായ കാരണം കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ എംപ്ലോയിയെ തീർച്ചയായിട്ടും ടെർമിനേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് 2 വർഷത്തിനുള്ളിൽ. അപ്പോൾ ഇവിടെ ഒരു വർക്ക് പെർമിറ്റ് കിട്ടി എന്ന് കരുതി നമുക്കെല്ലാം ആയി എന്നൊന്നും ആരും കരുതരുത്. ഒരു വർക്ക് പെർമിറ്റ് കിട്ടുക പറഞ്ഞാൽ മതിലും പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ്. ഏത് സമയത്തും അത് അങ്ങോട്ടും ഇങ്ങോട്ടും താഴോട്ട് പോവാം എന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഏത് സമയത്തും ജോലി തെറിക്കാം. അപ്പം നമ്മളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ട് നമ്മൾ ജസ്റ്റിഫൈ ചെയ്ത് ഞാൻ ചെയ്തതാണ് ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരിക്കലും. അവിടെ ഓരോന്നിനും ഓരോ പ്രോട്ടോകോൾ ഉണ്ട്, അതിനനുസരിച്ചുള്ള കെയർ പ്ലാനുകളുണ്ട്. കെയർ ഹോമുകളിലൊക്കെ ജോലി ചെയ്യുമ്പം ആ കെയർ പ്ലാനിൽ എന്താണ് എഴുതി വെച്ചത് അതുമായിട്ട് ഒരു അണുവിട മാറാതെ തന്നെ വേണം നമ്മളത് ഫോളോ ചെയ്യാൻ. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ച് അവരെ ഒരു ലേഡി അവരെ ടെർമിനേറ്റ് ചെയ്യാണ്ടായ കാരണം നിസ്സാരമാണ് കേൾക്കുമ്പം. പക്ഷേ കെയർ പ്ലാനിൽ അത് എഗെയിൻസ്റ്റ് ആണ് റൂൾ. അവരുടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിക്ക് എതിരാണ്. എന്താണ്, ഭക്ഷണം ഫീഡ് കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് ആ ക്ലയൻറ്റിൻ്റെ മുടി ഇങ്ങനെ മുഖത്തേക്ക് വീണ് കിടന്നു. ഇവർ നോക്കുമ്പോൾ അത് പല പ്രാവശ്യം ഇങ്ങനെ മാറ്റിയിട്ട് വീണ്ടും ഇങ്ങനെ ഫുഡ് കൊടുത്തു കെയർ. അപ്പോൾ ഉടനെ അവരൊരു സിസേഴ്സ് എടുത്തുകൊണ്ടുവന്നിട്ട് ആ മുഖത്തേക്ക് വീണ് കിടന്ന ആ മുടി കട്ട് ചെയ്തു. അതിനുള്ള റൈറ്റ് നമുക്കില്ല. ആ ഒറ്റ കാരണം കൊണ്ട് അത് കൃത്യമായിട്ട് മറ്റൊരു സ്റ്റാഫ് കണ്ട് റിപ്പോർട്ട് ചെയ്തു. ആ സ്റ്റാഫിനറിയാം അത് എഗെയിൻസ്റ്റ് റൂളാണ്. അവർ ടെർമിനേറ്റ് ചെയ്തു. ദർ ഇസ് നോ എനി എക്സ്ക്യൂസ്. അങ്ങനെ എത്ര സംഭവം. ഒരാൾ ജനല് തുറന്ന് പുറത്തേക്ക് ചാടാൻ തുടങ്ങിയപ്പം അയാളെ രക്ഷിക്കാൻ വേണ്ടി ചാടി പിടിച്ചപ്പം വലിച്ചതായിട്ട് ഇട്ടു. ഇത് വേറെ ആൾ വീഡിയോ എടുത്തു, കറക്റ്റ് ഫോട്ടോ എടുത്തു. അത് ആ ഒറ്റ എവിഡൻസ് ആണ്. അയാൾ ചാടുവാണ്, ചാടി എന്നുള്ളതേ ഉള്ളൂ. അല്ലെ വേറെ ആളെയും കൂടെ കൂട്ടി അയാളെ സേഫായിട്ട് താഴെ ഇറക്കാൻ നോക്കുക. പക്ഷേ നമ്മുടെ ഒരു സ്വഭാവത്തിന് അയാൾ താഴെ വീണ ചത്തുപോകുന്ന പേടിച്ചിട്ട് അയാളെ താഴോട്ട് വീണു. അങ്ങനെ എത്ര സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇതൊക്കെ എഗെയിൻസ്റ്റ് ഇവിടുത്തെ ആ കെയർ പ്ലാനിനെതിരാണ്. നമ്മൾ ഓരോരുത്തരും ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറുമ്പം ആ കെയർ പ്ലാനിൽ എന്താണ്, ആ പേഷ്യൻ്റെ കെയർ പ്ലാനിൽ എന്താണ് അവരുടെ നീഡ് എന്താണ്, അവർക്ക് എന്താണ് വേണ്ടത് വേണ്ടാത്തത് എന്താണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചല്ല നമ്മൾ പോകരുത്. അതുപോലെ തന്നെ എത്രയോ ആളുകളെ ടെർമിനേറ്റ് ചെയ്യാനുള്ള പല റീസൺസാണ് ഈ പറയുന്നത്. അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള പല സാധനങ്ങൾ, അവരുടെ വീടാണത്. അവരവിടെ അനാഥാലയത്തിലല്ല കിടക്കുന്നത്. ആയിരക്കണക്കിന് പൗണ്ടുകൾ ഒരാഴ്ച വെച്ച് അവരവിടെ പേ ചെയ്തിട്ടാണ് അവരവിടെ കിടക്കുന്നത്. അപ്പോൾ അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടീസാണ് അവരുടെ റൂമിലിരിക്കുന്നതെല്ലാം. അവരുടെ സ്വന്തമായിട്ടുള്ള അവരുടെ പല സാധനങ്ങൾ, അവരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടിയിട്ടുള്ള സ്വന്തമായിട്ടുള്ള പല മൊമെൻറ്റോസ്, അങ്ങനെ പല സാധനങ്ങളൊക്കെ ഉണ്ട്. ആ സാധനം നമ്മൾ എങ്ങാനും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അവർ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വലിയ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മോഷണമാണ്. ഈയിടെ ഒരാളുടെ ജോലി ടെർമിനേറ്റ് ചെയ്ത് അങ്ങനെയാണ്. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇത് നമ്മുടെ ആളുകളുടെ ഒരു അറിവില്ലായ്മയാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള എല്ലാ കാര്യത്തിനും പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് ഒന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരികയല്ല. അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടി ഒന്നും എടുത്തുകൊണ്ട് പോരുന്ന ട്രെയിനിങ് കൊടുക്കുമോ? ഇല്ല. പക്ഷേ ഫിസിക്കൽ അബ്യൂസ്, ഫൈനാൻഷ്യൽ അവരുടെ സാധനങ്ങളായതല്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. വെർബൽ അബ്യൂസ്, അവരുടെ ശരീരത്തിൽ നിന്ന് മുടി കെട്ടിയാൽ നമുക്ക് നിയമമുണ്ടോ? ഇല്ല. ഇപ്പൊ നാട്ടിലെ ആ ഒരു സിസ്റ്റം പലപ്പോഴും ഒരു ഫോളോ ചെയ്യുന്നതാണ്. ആ ഒരു മുൻപ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ ആ DBSലൊക്കെ പലപ്പോഴും അത് അപ്പിയർ ചെയ്യാറുണ്ട്. ആ ചോദ്യങ്ങൾ എന്നും ആ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന രീതിയിലുള്ള റെക്കോർഡ് സിസ്റ്റമാണല്ലോ UK-ലുള്ളത്. ഇപ്പൊ വീടെടുത്ത് കഴിഞ്ഞാൽ മോർഗേജ് റിന്യൂ ചെയ്യുന്ന സമയങ്ങളിൽ പ്രശ്നം ഉണ്ടാകുന്നു, വിസ റിന്യൂ ചെയ്യുന്ന സമയങ്ങളിൽ, PR-ന് അപേക്ഷിക്കുന്ന സമയങ്ങളിൽ, അല്ലെങ്കിൽ ഒരു ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ പോലും ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം കൂടി വരുവാണ്. ഇപ്പൊ നമ്മുടെ ഈ മലയാളി കമ്മ്യൂണിറ്റിക്കിടയിൽ ഒത്തിരി പേര് കേരള വിസയിലും സ്റ്റുഡന്റ് വിസയിലും ഒക്കെ വന്നതിന് ശേഷം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ പെടുന്നുണ്ട് ധാരാളം പേര്. ഒത്തിരി ആളുകൾക്ക് ഒരു ജോലി പോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. DBSനകത്ത് ഇതെല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ട് അവർക്ക് അത് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. അവരുടെ മറ്റൊരു ജോലിയിലേക്ക്, അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്ന ജോലി മാറി വേറൊരു ജോലിയിലേക്ക് ആപ്ലിക്കേഷൻ ഇടുമ്പോൾ അതിനകത്ത് ചോദിക്കുന്നുണ്ട് കൃത്യമായിട്ടും നമ്മൾ ഏതെങ്കിലും ഒഫൻസിൽ പെട്ടിട്ടുണ്ടോ, നമ്മൾ ഏതെങ്കിലും ക്രൈമിൽ പെട്ടിട്ടുണ്ടോ, നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഈവൻ ട്രാഫിക് ഒഫൻസിൽ പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ കൃത്യമായിട്ടുള്ള കാരണം. ഈ കഴിഞ്ഞ ദിവസം ഒരാൾക്ക് ഇൻഷുറൻസ് പോലും കിട്ടാത്ത അവസ്ഥകൾ വരുന്നുണ്ട്. കാരണം ആൽക്കഹോൾ കഴിച്ച് വണ്ടി ഓടിച്ചതിൻ്റെ പേരിൽ ആ വ്യക്തി 2 വർഷത്തേക്ക് ബാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ട്രാഫിക് ഒഫൻസ് ഉണ്ട് എന്ന കാരണം എന്നാണ് അടിക്കുന്നതിൻ്റെ റീസൺ ചോദിക്കും.
ആ റീസൺ ചോദിക്കുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഇതിന്റെ കംപ്ലീറ്റ് ആകാതെ അവരുടെ ആ ഒരു പണിഷ്മെന്റ് എത്ര നാളത്തേക്കാണ് കൊടുത്തിരിക്കുന്നത് അത് കഴിയാതെ അവർക്ക് ഒരു ഇൻഷുറൻസ് പോലും കിട്ടാത്തൊരവസ്ഥ. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഇൻഷുറൻസിന്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യം പോലും ഉണ്ടാകുന്നുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്നും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുടുങ്ങിയിട്ടുണ്ട്. ആൽക്കഹോൾ കഴിച്ച് വണ്ടി ഓടിച്ചിട്ട് അത് ക്രൈം ലിസ്റ്റിൽപ്പെടുന്നു, DBSയിലേക്ക് വരുന്നു. അതുപോലെ തന്നെ മോർഗേജിന്റെ കാര്യത്തിലായതുകൊണ്ട് മോർഗേജ് ഇപ്പോൾ ഒരു തവണ ഒരു മോർഗേജ് കിട്ടി, മോർഗേജ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം തീർന്നു എന്നാണോ വിചാരിച്ചത്? അത് 2 വർഷത്തേക്കോ 5 വർഷത്തേക്കോ ഒക്കെ ഫിക്സഡ് ടൈമിലേക്ക് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് 2 വർഷമാണെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ നമ്മൾ റീമോർഗേജ് ചെയ്യുന്ന സമയത്ത് ഇതേ ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കുന്നില്ലേ? മറ്റൊരു ബാങ്കിൽ നിന്നും റീമോർഗേജ് ചെയ്ത് ഈ ബാങ്കിലെ ഇടപാട് തീർക്കുക. ആ തീർക്കുന്ന സമയത്ത് ആദ്യം മോർഗേജ് എടുത്ത പ്രോസസ്സിന്റെ 95% വീണ്ടും വരുന്നുണ്ട്. തീർച്ചയായിട്ടും റീമോർഗേജ് എന്ന് പറയുമ്പം നമ്മൾ നിലവിലുള്ള ആ മോർഗേജ് ക്ലോസ് ചെയ്യാന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയും കൂടി മീനിങ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ആദ്യം നമുക്കൊരു മോർഗേജ് കിട്ടിയ അതേ പ്രോസസ്സ് തന്നെ വീണ്ടും വരുന്നുണ്ട് ഏകദേശം സംഭവം. അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ക്രെഡിറ്റ് ഹിസ്റ്ററി, ക്രെഡിറ്റ് സ്കോർ എല്ലാം നോക്കും. അതുപോലെ ഏതെങ്കിലും ക്രൈമിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, നമ്മൾക്ക് ഏതെങ്കിലും CCJ കൗണ്ടി കോർട്ട് ജഡ്ജ്മെന്റിൽ പെട്ടിട്ടുണ്ടോ, നമ്മൾക്ക് ഡെപ്റ്റ് കളക്ട് ഏജൻസിയിലേക്ക് പോയിട്ടുണ്ടോ, അങ്ങനെ എത്ര കാര്യങ്ങൾ ഇതിനകത്ത് ചോദിക്കുന്നുണ്ടോന്ന് അറിയാമോ? അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ നിയമം ഒരു കാരണവശാലും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ നാട്ടിൽ ചിലപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഊരിപ്പോകാൻ ഒത്തിരി സാധ്യതകളുണ്ട് എന്ന കാരണം കൊണ്ട് ഇവിടെ വന്നിട്ട് ആളുകളെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുക, ആർക്കെങ്കിലും തമ്മിൽ പരസ്പരം റിവെഞ്ച് ഉണ്ടെങ്കിൽ ഫോൺ വിളിച്ച് അവരെ ത്രട്ടൺ ചെയ്യുക, അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യുന്നത് ആ ആളുടെ വ്യക്തിപരമായ റിട്ടേൺ കൺസെന്റ് ഇല്ലാതെ അല്ലെങ്കിൽ കൃത്യമായ കൺസെന്റ് ഇല്ലാതെ ഒരു കോളും റെക്കോർഡ് പോലും ചെയ്യാൻ പാടില്ല എന്നുണ്ട്. ആ സാഹചര്യത്തിൽ കോൾ റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് അത് തിരിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, സ്പ്രെഡ് ചെയ്യുക ന്യൂസ്, അവർക്ക് കേസ് കൊടുക്കാം. പലരുടെയും വിചാരം വാട്സാപ്പിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള നമ്പറിലൊക്കെ വിളിച്ച് നന്നായിട്ട് 10 തെറിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ പ്രശ്നമൊന്നുമില്ലെന്നാ തെറ്റിദ്ധാരണ. അത് കൃത്യമായിട്ട് അവർക്കതെല്ലാം കണ്ടെത്താനുള്ള സംവിധാനങ്ങളെല്ലാം ഉള്ള ഒരു രാജ്യമല്ലേ ലോകത്ത് എവിടെ ഇല്ലാത്തിരുന്നതൊക്കെ? സൈബർ സെല്ലിനതൊക്കെ കണ്ടുപിടിച്ചുകൂടെ? അപ്പം ഒരു കേസ് ഫയൽ ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ സീരിയസ് മാറ്ററിലേക്ക് പോകുന്നത്. അപ്പോഴാണ് കാര്യങ്ങൾ അതിലേക്ക് കൊണ്ടെത്തിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇവിടെ എപ്പോഴും പീസ്ഫുള്ളായിട്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് മനുഷ്യരെങ്കിൽ ദയവ് ചെയ്ത് മറ്റുള്ളവരുമായിട്ട് വാശി പിടിച്ച് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി ആളുകളോട് വെല്ലുവിളിക്കാനും ഒന്നും പോകാതിരിക്കുക. ഇവിടെ ഒത്തിരി സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അസോസിയേഷൻ ബേസ്ഡ് ആയിട്ട് എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അസോസിയേഷൻ ഇപ്പോൾ ഇവിടെ പല സ്ഥലങ്ങളിലും പഴയ ആളുകൾ ഒരു സെറ്റ്, പുതിയ ആളുകൾ ഒരു സെറ്റ്, കുറേ ആളുകൾ മാറി നിൽക്കുന്നു, എങ്ങും തൊടാതെ മാറി നിൽക്കുന്നു. നമ്മളൊരു അന്യ രാജ്യത്ത് പോകുമ്പോൾ അവിടെ ഒരു കമ്മ്യൂണിറ്റി ഒന്നായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ഇവിടെ പോലും കമ്മ്യൂണിറ്റി ബേസിൽ ഇവിടെ മൈനോറിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമൂഹമാണ് ഈ ഗവൺമെന്റും ഇവിടുത്തെ സംവിധാനങ്ങളും. ആ ഒരു സാഹചര്യത്തിൽ മൈനോറിറ്റി ആയിട്ടുള്ള നമ്മളിവിടെ വന്നിട്ട് നമ്മൾ വീണ്ടും മൈനോറിറ്റികളായിട്ട് സെപ്പറേറ്റ് ആയിട്ട് തിരിഞ്ഞ് മാറി നിൽക്കുക. എന്നിട്ട് അതെല്ലാം അസോസിയേഷൻ ബേസ്ഡ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് അങ്ങനെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരു ശക്തിയാണ്. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോഴല്ലേ നമ്മളൊരു ശക്തിയാവുള്ളൂ. നമ്മളൊരു അന്യ രാജ്യത്താണ് ജീവിക്കുന്നത് എന്ന ബോധ്യം നമ്മളിലുണ്ടായിരിക്കണം. മറ്റൊരു സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ സമൂഹം ഒറ്റക്കെട്ടായിട്ട് നിൽക്കാനെങ്കിലും നമ്മൾ ശ്രമിക്കുക. ഇതൊക്കെ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് ഇല്ലായ്മയാണെങ്കിൽ, ട്രെയിനിങ് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിക്കുക, കൂടെയുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകും.